ഇസ്രായേലിൽ നെതന്യാഹു യുഗം അവസാനിക്കുമോ? ലോകരാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ചോദ്യം ഇപ്പോൾ ഇതാണ്. ഒക്ടോബറിലാണ് ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇസ്രായേലിലെ മുൻനിര മാധ്യമങ്ങളും റിസർച്ച് ഏജൻസികളും പുറത്തുവിട്ട ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ പ്രകാരം നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് പ്രവചിക്കുന്നത്. നെതന്യാഹു മാറിയാൽ പകരം വരുന്നത് ആരാകും? വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റ് പിരിച്ചുവിട്ടതോടെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. 120 അംഗങ്ങളുള്ള ഇസ്രായേൽ പാർലമെൻറ്റിൽ സർക്കാർ ഉണ്ടാക്കാൻ 61 സീറ്റുകളുടെ ഭൂരിപക്ഷമാണ് വേണ്ടത്. ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ തീവ്ര വലതുപക്ഷ സഖ്യത്തിന് 49 മുതൽ 53 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂ എന്നാണ് സർവേകൾ പറയുന്നത്. ഭൂരിപക്ഷ സംഖ്യയായ 61 നിന്ന് ഏറെ അകലെയാണ് നിലവിലെ ഈയൊരു കണക്ക്. മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം മുന്നേറുന്ന കാഴ്ചയാണ് സർവേകളിൽ തെളിയുന്നത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണവും തുടർന്നുണ്ടായ യുദ്ധവും ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച ആയാണ് ജനം കാണുന്നത്. ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചിട്ടും അതിനെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ വെക്കാൻ പോലും നെതന്യാഹു തയ്യാറാകാത്തതാണ് ജനങ്ങളിൽ വലിയ അമർഷത്തിന് കാരണമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിൽ എല്ലാ പൗരന്മാർക്കും സൈനിക സേവനം നിർബന്ധമാണ്. എന്നാൽ തീവ്ര യാഥാസ്ഥികരായ ഹരേതി യുവാക്കൾക്ക് നൽകിയിരുന്ന ഇളവ് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി അത് മാറി. ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നെതന്യാഹു സഖ്യത്തിലെ പ്രധാന കക്ഷികളായ മതപാർട്ടികളും പൊതുസമൂഹവും തമ്മിൽ വലിയ ഭിന്നതയ്ക്ക് ഇത് കാരണമായി. നീണ്ടു നിൽക്കുന്ന യുദ്ധവും അതുകാരണം തകർന്ന സാമ്പത്തിക രംഗവും ബന്ദികളെ തിരികെ എത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന ആരോപണവും വോട്ടർമാരെ നന്നായി സ്വാധീനിക്കുന്നു. ലിക്വിഡ് പാർട്ടിയുടെ ഉറച്ച കോട്ടകളായ അഷ്ഡോദ്, ദിമോണ തുടങ്ങിയ നഗരങ്ങളിൽ പോലും സോഫ്റ്റ് റൈറ്റ് വോട്ടർമാർ നെതന്യാഹുവിൽ നിന്ന് അകലുകയാണ്. നെതന്യാഹു തോറ്റാൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേര് മുൻ ആർമി ചീഫ് ഗാഡി ഐസൻകോട്ടിൻ്റെതാണ്. ഐസൻകോട്ട് രൂപീകരിച്ച യാഷാർ എന്ന പാർട്ടി സർവേകളിൽ വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. ജനപ്രീതിയുടെ കാര്യത്തിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലും 38% പേരുടെ പിന്തുണ ഐസൻകോട്ടിനാണ്. മുൻ പ്രധാനമന്ത്രിമാരായ നെഫ്താലി ബെന്നറ്റും യായിർ ലാപ്പിഡും ചേർന്ന് ബേയാചാദ് എന്ന പേരിൽ പുതിയ വിശാല സഖ്യവും ഉണ്ട് മറുഭാഗത്ത്. വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ സിപ്പർ സിസ്റ്റം വഴി സ്ഥാനാർത്ഥികളെ വീതിച്ചാണ് ഇവർ മത്സരിക്കുന്നത്. ഇതിനെല്ലാം നേരിടാൻ ഭയത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് നെതന്യാഹു പയറ്റുന്നത്. താൻ തോറ്റാൽ ഇസ്രായേൽ തോൽക്കും എന്നാണ് പ്രചാരണം. ഇറാൻ, ഹമാസ്, തുർക്കി തുടങ്ങിയ ബാഹ്യശക്തികളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ തനിക്ക് മാത്രമേ സാധിക്കൂ എന്ന് വരുത്തി തീർക്കുക. തുർക്കിയും ഇറാനും സോഷ്യൽ മീഡിയ വഴിയും AI ഉപയോഗിച്ചും ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നെതന്യാഹു പക്ഷം ആരോപിക്കുന്നു. പ്രതിപക്ഷം ജയിച്ചാൽ അത് ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ വിജയമായിരിക്കും എന്ന് പ്രചരിപ്പിച്ചാണ് ലിക്വിഡ് പാർട്ടി വോട്ട് പിടിക്കുന്നത്. ചുരുക്കത്തിൽ സർവേ ഫലങ്ങൾ പ്രകാരം ഇത്തവണ ബെന്യാമിൻ നെതന്യാഹുവിന് അധികാരം നിലനിർത്തുക എന്നത് കഠിനമായ വെല്ലുവിളിയാണ്. എന്നാൽ ഒരു പ്രധാന ചോദ്യം ബാക്കിയാണ്. നെതന്യാഹു തോറ്റാൽ ഇസ്രായേലിൻ്റെ വിദേശ സുരക്ഷാ നയങ്ങൾ മാറുമോ? നെതന്യാഹു മാറി പുതിയൊരു സർക്കാർ വന്നാലും ഫലസ്തീൻ നയത്തിലോ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അധിനിവേശത്തിലോ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഭരണത്തിൻ്റെ ശൈലിയിലും വാക്കുകളിലും മാത്രമായിരിക്കും വ്യത്യാസം. തീവ്ര വലതുപക്ഷ ആശയങ്ങൾ വേരൂന്നിയ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഒക്ടോബർ 27 ശേഷം എന്തു സംഭവിക്കുമെന്ന് കണ്ടറിയാം.